നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് കുക്കറിൽ 5 മിനിറ്റിൽ ഉണ്ടാക്കിയാലോ. വെൽക്കം ടു കുറുമ്പീസ് വേൾഡ്. ഇതൊരു ഈസി റെസിപ്പിയാണ്. ഇവിടെ ഏകദേശം 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഇതിനെ ഞങ്ങൾ ചെറുതാക്കി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കഷ്ണങ്ങളാക്കിയതിനു ശേഷം ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായത് 2 സവാള, 1 തക്കാളി, 1 തണ്ട് വേപ്പില, 5-8 അല്ലി വെളുത്തുള്ളി, ചതച്ച് വെച്ച ഇഞ്ചി, 1 പച്ചമുളക്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ആദ്യം വൃത്തിയാക്കി ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും 1 തണ്ട് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി 1 തക്കാളി അരിഞ്ഞതും 2 സബോള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാണണേ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവിൻ്റെ അളവനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. പ്രഷർ പോയതിനു ശേഷം കുക്കർ തുറക്കുക. സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. പാനിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കറിയിൽ ഉപ്പോ മുളകോ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. 2 മിനിറ്റിന് ശേഷം വേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് റെഡിയായില്ലേ. ഈസി റെസിപ്പി അല്ലേ. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാ പലഹാരങ്ങൾക്കും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. സർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. താങ്ക് യു.